ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസിഷൻ തിയറിയാണ്. ഡിസിഷൻ തിയറി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ കുറേ ഡിസിഷൻ എടുക്കുന്നത് ബേസ്ഡ് ഓൺ സെർട്ടിനിറ്റി ആൻഡ് അൺസെർട്ടിനിറ്റിയുടെ ബേസിസിലാണ്. അപ്പോൾ മെയിനായിട്ട് പ്രോബബിലിറ്റിയുടെ കേസ് വരുന്നുണ്ട് ഇവിടെ. സോ വാട്ട് ഈസ് പ്രോബബിലിറ്റി? നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമിലർ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഞാനൊരു കോയിൻ ടോസ് ചെയ്യാണ്. കോയിൻ ടോസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡാണ് അതിനുള്ളത്, ഒന്ന് ഹെഡും ഒന്ന് ടെയിലും. അപ്പോൾ എനിക്ക് ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ എന്തായിരിക്കും 100% ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും 0 ആയിരിക്കും. ഒന്നില്ലെങ്കിൽ എനിക്ക് ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ ഹെഡ് കിട്ടാതിരിക്കാം, അല്ലെങ്കിൽ ഹെഡ് കിട്ടാതിരിക്കുന്ന സമയത്ത് എനിക്ക് ടെയിൽ കിട്ടും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഇവിടെ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എനിക്ക് ഹെഡ് കിട്ടുന്ന പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 അല്ലെങ്കിൽ 1, രണ്ട് പ്രോബബിലിറ്റിയാണ് എനിക്കവിടെ വരാൻ ചാൻസ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1. ഇനി എൻ്റെ പ്രോബബിലിറ്റി എപ്പോഴും ലൈ ചെയ്ത് കിടക്കുന്നത് 0യുടെയും 1ൻ്റെയും ഇടയിലായിരിക്കും. പ്രോബബിലിറ്റി എപ്പോഴും ലൈ ചെയ്തെടുക്കുന്നത് 0യുടെയും 1ൻ്റെ ഇടയ്ക്കായിരിക്കും. അപ്പോൾ ഇനി പ്രോബബിലിറ്റി വരുന്ന കേസിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ്. ഇപ്പം എൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാണ് എൻ്റെ സെല്ലിംഗ് പ്രൈസ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രോബബിലിറ്റി ഇത് വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4, 0.2, 0.3, ദെൻ 0.1. അപ്പോൾ എനിക്ക് ഇത് സെല്ലിംഗ് പ്രൈസ്, പക്ഷെ അതിൻ്റെ പ്രോബബിലിറ്റി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസിൻ്റെ പ്രോബബിലിറ്റിയാണ് എൻ്റെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയായിരിക്കും? 2000, 1600, 600, 300. സോ ഇത് ടോട്ടലാണ് എൻ്റെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. 4500. പ്രോബബിലിറ്റി എപ്പോഴും എനിക്ക് 1 കിട്ടണം. ഓക്കെ. സോ ഇതുപോലെ നമുക്ക് ഓരോ ഡിസിഷൻ, അതായത് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ആവറേജ് കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റിയുടെ ബേസിലായിരിക്കും. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഇൻറ്റു ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് എടുക്കാം. ഈ ആവറേജ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയത്തില്ല. ഓക്കെ. ഇനി ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഡിസിഷൻ ട്രീ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാമെന്നുള്ളത്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഡിസിഷൻ തിയറി. സ്പെഷ്യൽ ഡിസിഷൻ തിയറിയിൽ കുറച്ച് മെത്തേഡ് ഉണ്ട്. പ്രോഫിറ്റ് വരുന്ന സമയത്തും കോസ്റ്റ് വരുന്ന സമയത്തും എങ്ങനെ അത് മെത്തേഡ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡാണ് മാക്സിമാക്സ്. സെക്കൻഡ് വൺ ഈസ് മാക്സിമിൻ. തേർഡ് വൺ ഈസ് സേവേജ് മെത്തേഡ്. Fourth one is Laplace. Then Hurwitz's criterion method. Okay. ഇത്രയും മെത്തേഡ് പഠിക്കാനുണ്ട്. അത് പ്രോഫിറ്റിൻ്റെ ബേസിസിലും കോസ്റ്റ് ബേസിലും എങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു പേ ഓഫ് ടേബിൾ. ഈ പേ ഓഫ് ടേബിൾ യൂസ് ചെയ്തിട്ട് പ്രോഫിറ്റും കോസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് 5 മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ. പ്രോഫിറ്റ് മെയിനായിട്ട് നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യാമെന്നുള്ളതാണ് പ്രോഫിറ്റ്. കോസ്റ്റോ നമ്മൾ എപ്പോഴും കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ നോക്കും. സോ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും കോസ്റ്റ് മിനിമൈസ് ചെയ്യാനും നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് മെത്തേഡാണ് മാക്സിമാക്സ്. സോ ഇതിൽ നിന്ന് മാക്സിമാക്സ് കോസ്റ്റിൻ്റെ വരുന്ന സമയത്ത് ഇതിൽ മിൻ വരും. ഓക്കെ. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് അത് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് കോസ്റ്റ് കണ്ടുപിടിക്കാനാണെന്ന് ആദ്യം നോക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ മെത്തേഡ് ആപ്ലിക്കബിൾ ചെയ്യാൻ. ഇനി അത് മാക്സിമാക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 സെക്ഷൻ ഉണ്ട്. അതായത് ഫസ്റ്റ് സെക്ഷനിൽ ഏറ്റവും മാക്സിമൈസ് എന്ന് പറയുന്നത് മാക്സിമാക്സ്. ആദ്യത്തിൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക. സോ ഫസ്റ്റ് മാക്സിമം ഏതാണ്? ഈ റോയിൽ മാക്സിമം ഏതാണ്? 8. സെക്കൻഡ് റോയിൽ 6 ആണ് മാക്സിമം നമ്പർ. തേർഡ് 6 ആണ്. ഇനി ഇതിൽ നിന്ന്
ഏറ്റവും മാക്സിമം ആയിട്ടുള്ള നമ്പറാണ് നമ്മൾ സെലക്ട് ചെയ്ത് ഇതിൽ നിന്ന് ഏറ്റവും മാക്സിമം നമ്പർ സെലക്ട് ചെയ്യുക. സോ 8 ആണ് എന്താണ് മാക്സിമം നമ്പർ. അപ്പോൾ ഇതിൽ 8 എവിടെ നിന്നാണ് വരുന്നത്, ആ പ്രൊജക്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഓരോ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഓരോ പ്രൊജക്റ്റൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ മിനിമത്തിൻ്റെ കേസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇവിടെ മാക്സിമം ആണ് എടുത്തെങ്കിൽ ഇവിടെ മിനിമം എടുക്കണം. മിനിമം എടുക്കുമ്പോൾ എങ്ങനെ കിട്ടും, ഏറ്റവും മിനിമം ഇതാണ് ഇവിടെ 3, ദെൻ 2, ദെൻ 0. സോ 0 ആണ് മിനിമം വരുന്നത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യും. 0 വരുന്ന പ്രൊജക്റ്റ് ഏതാണ്, S1. ഓക്കെ, S1 പ്രൊജക്റ്റ് സെലക്ട് ചെയ്യും. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് മാക്സിമിൻ. ഇവിടെ മാക്സിമിൻ ആവുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും, മിനിമാക്സ് ആയിരിക്കും. മിനിമാക്സ്. ഓക്കെ, ഇത് ആദ്യം മിനിമം സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മാക്സിമം സെലക്ട് ചെയ്യുക. ഓക്കെ, അല്ലാതെ മാക്സിമം സെലക്ട് ചെയ്തിട്ടല്ല മിനിമം സെലക്ട് ചെയ്യേണ്ടത്, മിനിമം സെലക്ട് ചെയ്തിട്ടാണ് മാക്സിമം സെലക്ട് ചെയ്യാൻ. ഇവിടെ അതുപോലെ നേരെ തിരിച്ച് വരും, മാക്സിമം സെലക്ട് ചെയ്തിട്ട് മിനിമം സെലക്ട് ചെയ്യുക. എപ്പോഴും ലാസ്റ്റ് മിനിമം ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ കോസ്റ്റിൻ്റെ ആകുമ്പോൾ നമുക്ക് മിനിമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ലാസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് മിനിമം ആയിരിക്കണം. പ്രോഫിറ്റിൻ്റെ വരുന്ന സമയത്ത് മാക്സിമം ആണ് ചെയ്യേണ്ടത്. അപ്പോൾ മിനിമം ആദ്യം ചെയ്തിട്ട് അതിൽ നിന്ന് മാക്സിമം സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്, ഇതിൽ ആദ്യം തന്നെ മിനിമം നോക്കാനാണ് പറഞ്ഞേക്കും. മിനിമം ഏതാണ്, 3, ദെൻ ഇവിടെ 2, ദെൻ 0. ഇതിൽ ഏറ്റവും മാക്സിമം ഏതാണ് അത് സെലക്ട് ചെയ്യണം. അപ്പോൾ അത് ഏത് വരും, S1 പ്രൊജക്റ്റ് വരും. ഇനി ഇവിടെയോ മാക്സിമം എടുത്തിട്ട് അതിൽ നിന്ന് മിനിമം നോക്കണം. സോ 8 മാക്സിമം, ദെൻ 6, ദെൻ 6. ഇതിൽ മിനിമം ഏതാണ്, 6. അപ്പോൾ ഏത് പ്രൊജക്റ്റ് ആണെങ്കിലും സെലക്ട് ചെയ്ത് S1 സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ S3 സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനിയാണ് അടുത്ത മെത്തേഡ് സേവേജ് മെത്തേഡ്. സേവേജ് മെത്തേഡ് അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പേരാണ് മിനിമാക്സ് റെഗ്രറ്റ്. ഓക്കെ, മിനിമാക്സ് റെഗ്രറ്റ് മെത്തേഡ്. ഇവിടെ അതേപോലെ തന്നെ മിനിമാക്സ് റെഗ്രറ്റ്. ഓക്കെ, ഇനി ഇതിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മിനിമാക്സ് റെഗ്രറ്റ് റൂള് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാവേജ് മെത്തേഡ് ആദ്യം തന്നെ നമ്മളിത് ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഈ ടേബിൾ, പേ ഓഫ് ടേബിൾ ആദ്യം തന്നെ റിലേറ്റീവ് ലോസ് മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ലോസ് മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഏറ്റവും മാക്സിമം നമ്പറും കൊണ്ട് എൻറ്റയർ ടേബിളിൽ എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ മാക്സിമം വാല്യൂ എടുക്കണം. കോസ്റ്റിൻ്റെ കേസിൽ വരുമ്പോഴോ മിനിമം വാല്യൂ എടുക്കണം. ഓക്കെ, ഇതിൽ മാക്സിമം വാല്യൂ യൂസ് ചെയ്തിട്ട് എനിക്ക് ടേബിൾ ആദ്യം തന്നെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം വാല്യൂ, അതായത് ഓരോ റോയിലും, അപ്പോൾ ഞാനിവിടെ റോ എടുക്കാം കോളം എടുക്കാം. ഞാനിവിടെ കോളം യൂസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ 6, ഫസ്റ്റ് റോയിൽ ഏറ്റവും മാക്സിമം വാല്യൂ ചെയ്താൽ 6, സെക്കൻഡ് റോയിൽ 5, തേർഡ് റോയിൽ 8, തേർഡ് കോളത്തിൽ 8. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോയിൽ 6 വെച്ചിട്ട് ഞാൻ എൻറ്റയർ കോളത്തിനെ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, എനിക്ക് ഇവിടെ 3 കിട്ടും, ഇവിടെ 0, ദെൻ ഇവിടെ എന്ത് തന്നെ വരും, 0 വരും. അല്ല, 6 - 0 6 അല്ലേ. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ എത്രയാണ്, 5 വെച്ചിട്ട് ഞാൻ മൈനസ് ചെയ്യുമ്പോൾ 0 തന്നെ എല്ലായിടത്തും വരും. ഇനി അടുത്തത് 8 വെച്ച് മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 0, ഇവിടെ എത്ര വരും, 6, ദെൻ ഇവിടെ 2. ഓക്കെ, ഇതാണ് റിലേറ്റീവ് ലോസ് മെട്രിക്സ് ടേബിൾ. റിലേറ്റീവ് ലോസ് മെട്രിക്സ്. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ഇനി മിനിമാക്സ് റൂൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, മിനിമാക്സ് റൂൾ എങ്ങനെയാണ്, മാക്സിമം നോക്കുക, അത് കഴിഞ്ഞിട്ട് മിനിമം എടുക്കുക. അപ്പോൾ ഇതിൽ മാക്സിമം ഏതാണ്, ഫസ്റ്റ് റോല് 3, ദെൻ സെക്കൻഡ് റോല് 6, തേർഡ് റോല് 6. ഇതിൽ നിന്ന് മിനിമം മാക്സിമം അല്ല മിനിമാക്സിൽ, അപ്പോൾ മാക്സിമം എടുത്തിട്ട് അതിൽ നിന്ന് മിനിമം ഏതാണ്, 3. അപ്പോൾ ഏതാണ് എടുക്കേണ്ടത്, അക്സെപ്റ്റ് ചെയ്യേണ്ടത് S1. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ വരുമ്പോഴോ ഇവിടെ മാക്സിമം വെച്ചിട്ട് ഏറ്റവും വലിയ നമ്പർ വെച്ചിട്ടാണ് മൈനസ് ചെയ്തെങ്കിൽ ഇവിടെ എന്തായിരിക്കണം, ഏറ്റവും മിനിമം ഏറ്റവും സ്മോൾ നമ്പർ കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഓരോ കോളം യൂസ് ചെയ്തിട്ടില്ലേ ചെയ്തത്. അപ്പോൾ കോളത്തിൽ ഇവിടെ 0 ആണ്, ഇവിടെയോ 5, ഇവിടെ 2. അത് വെച്ചിട്ട് ഞാൻ മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് റിലേറ്റീവ് ലോസ് മെട്രിക്സ് കിട്ടും.
സോ ഇവിടെ 3 തന്നെ വരും. ഇവിടെ 6, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0. പിന്നെ അടുത്തത് 2 ആണ്. അപ്പോൾ 2 വെച്ചിട്ട് മൈനസ് ചെയ്യുമ്പോൾ 6, ഇവിടെ 0, then ഇവിടെ 8. 2 വെച്ചിട്ട് മൈനസ് ചെയ്യുമ്പോൾ ഓക്കെ 4. ഓക്കെ, ഇനി അടുത്തത് ഇതിൽ നിന്ന് മിനിമാക്സ് കണ്ടുപിടിക്കണം. മിനിമാക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം മാക്സിമം ചൂസ് ചെയ്യാം. മാക്സിമം ഏതാണ് ഇതിൽ? 6, then 6, then 4. ഇനി ഇതിൽ നിന്ന് മിനിമം ചൂസ് ചെയ്യാം. 4 ഏതാ വരുന്നത്? x3 അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത മെത്തേഡാണ് ലാപ്ലേസ് മെത്തേഡ്. ലാപ്ലേസ് മെത്തേഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഓരോ റോയിലെയും ആവറേജ് എടുക്കാം. ഓക്കെ, ഓരോ റോയിലെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതിൽ നിന്ന് വേണം ആവറേജ് എടുക്കാൻ. റിലേറ്റീവ് ലോസ് മെട്രിക്സ് അത് അവിടെ കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ആവറേജ് എടുക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 3 + 5 + 8 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആവറേജ് കിട്ടും. സോ ഓരോന്നിൻ്റെ ആവറേജ് എടുക്കാം. ആദ്യത്തേത് 5.3, സെക്കൻഡ് 1 6 + 5 + 2 ഡിവൈഡഡ് ബൈ 3 4.3. അടുത്തത് 5 + 6 11 ഡിവൈഡഡ് ബൈ 3 3.6. ഇനി ഇത് പ്രോഫിറ്റാണ്. പ്രോഫിറ്റിൻ്റെ കേസ് വരുന്ന സമയത്ത് നമ്മൾ എന്താ നോക്കുന്നത്? ഏറ്റവും മാക്സിമം നമ്പർ. സോ മാക്സിമം നമ്പർ എവിടെയാണ് വന്നിരിക്കുന്നത്? 5.3. സോ ഏത് അക്സെപ്റ്റ് ചെയ്യണം? S1 അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ലാപ്ലേസ് വരുന്ന സമയത്ത് സെയിം തന്നെ 5.3 4.3 3.6. പക്ഷെ ഇതിൽ ഏതോ അക്സെപ്റ്റ് ചെയ്യേണ്ടത്? മിനിമം. കാരണം കോസ്റ്റാണ്. കോസ്റ്റിലെ മിനിമം അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, സോ S3. ഇനി ഒരു മെത്തേഡും കൂടിയാണുള്ളത്, ഹുർവിക്സ് ക്രൈറ്റീരിയൻ മെത്തേഡ്. ഓക്കെ, ഹുർവിക്സ് ക്രൈറ്റീരിയൻ മെത്തേഡിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് പ്രോഫിറ്റിൻ്റെ കേസിൽ വരാം, കോസ്റ്റിൻ്റെ കേസിൽ വരാം. മാക്സിമം പ്രോഫിറ്റ് ഇൻറ്റു ആൽഫ പ്ലസ് മിനിമം പ്രോഫിറ്റ് ഇൻറ്റു 1 - ആൽഫ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, മാക്സിമം ഈ ആൽഫ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഇൻ കേസ്. ഇനി അടുത്തത് ഇവിടെ ഹുർവിക്സ് ക്രൈറ്റീരിയൻ ഇവിടെ എന്തായിരിക്കും? അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് മിനിമം കോസ്റ്റ് ഇൻറ്റു ആൽഫ പ്ലസ് മാക്സിമം കോസ്റ്റ് ഇൻറ്റു 1 - ആൽഫ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ടേബിൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മാക്സിമം പ്രോഫിറ്റ് ഇത് ഓരോ ടേബിൾ വെച്ചിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് എന്ത് ചൂസ് ചെയ്യണം? ഏറ്റവും ഹയർ, അതായത് ഇത് പ്രോഫിറ്റിൻ്റെയാണ്. ഇനി ഇവിടെ വരുമ്പോൾ മിനിമം ചൂസ് ചെയ്യണം. ഫസ്റ്റ് ടേബിൾ അതിൽ മാക്സിമം പ്രോഫിറ്റ് ഇൻറ്റു ആൽഫ. ഇവിടെ കോഎഫിഷ്യൻ്റ് ഇപ്പോൾ 0.4 ആണെന്ന് വിചാരിക്കാം. കോഎഫിഷ്യൻ്റ് ഞാൻ എടുത്തേക്കുന്നത് 0.4 ആണ്. എനിക്ക് ഫസ്റ്റ് എത്ര വരും? മാക്സിമം പ്രോഫിറ്റ് ഫസ്റ്റ് കേസിൽ എനിക്ക് മാക്സിമം പ്രോഫിറ്റ് ചെയ്താൽ വന്ന് 8, സെക്കൻഡ് കേസിൽ 6, തേർഡ് കേസിൽ 6. ഇനി മിനിമം പ്രോഫിറ്റോ? ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 0. അപ്പോൾ ഫസ്റ്റ് കേസിൽ മാക്സിമം പ്രോഫിറ്റ് 8 ഇൻറ്റു 0.4 കോഎഫിഷ്യൻ്റ്, ദെൻ പ്ലസ് മിനിമം പ്രോഫിറ്റ്. ഇത് ഫസ്റ്റ് റോയിലാണ്. ഇനി 3 ഇൻറ്റു എന്തായിരുന്നു? 1 - ആൽഫ. 1 - ആൽഫ എത്ര വരും? 1 - 0.4 0.6 വരും. 0.6. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നുള്ളത്. നെക്സ്റ്റ് റോയിൽ മാക്സിമം പ്രോഫിറ്റ് 6 ഇൻറ്റു 0.4 പ്ലസ് മിനിമം പ്രോഫിറ്റ് 2 ഇൻറ്റു 0.6. അടുത്ത റോ മാക്സിമം പ്രോഫിറ്റ് 6 ഇൻറ്റു 0.4 പ്ലസ് മിനിമം പ്രോഫിറ്റ് 0 ഇൻറ്റു 0.6. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും നോക്കാം. ഇനി അടുത്തത് കോസ്റ്റിൻ്റെ കേസ് വരുന്ന സമയത്ത് എങ്ങനെ വരും? ആദ്യം തന്നെ മിനിമം കോസ്റ്റ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 0.4 പ്ലസ് മാക്സിമം കോസ്റ്റ് 8 ഇൻറ്റു 0.6. ഇത് നേരെ തിരിയും. ഇവിടെയോ
2 ഇൻറ്റു 0.4 പ്ലസ് 6 ഇൻറ്റു 0.6. അടുത്തത് 0 ഇൻറ്റു 0.4 പ്ലസ് 6 ഇൻറ്റു 0.6. ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ഏറ്റവും പ്രോഫിറ്റിൻ്റെ കേസിൽ ഏറ്റവും മാക്സിമം വരുന്നത്, കോസ്റ്റിൻ്റെ കേസിൽ ഏറ്റവും മിനിമം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആൻസർ കിട്ടും. ഇതിൽ ഫസ്റ്റ് പ്രോഫിറ്റിൽ ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് വരുന്നത്, കോസ്റ്റിൽ ഏറ്റവും മിനിമം കോസ്റ്റ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഓരോ മെത്തേഡിലും വെച്ച് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വെച്ചിട്ട് ശരിക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, 2018 ജൂണിലൊരു ക്വസ്റ്റ്യൻ ആണ്. എ മാനേജർ ഈസ് ട്രൈങ് ടു ഡിസൈഡ് വിച്ച് ഓഫ് ദി 3 മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റ് XYZ ടു അണ്ടർടേക്ക്. സോ 3 പ്രൊജക്ട്സ് ഉണ്ട്. ഈച്ച് ഓഫ് ദി പ്രൊജക്ട്സ് കുഡ് ലീഡ് ടു വേരിങ് നെറ്റ് പ്രോഫിറ്റ്സ് വിച്ച് ആർ ക്ലാസിഫൈഡ് ആസ് ഔട്ട്കംസ്. സോ ഇത് എന്തിൻ്റെയാണ്? പ്രോഫിറ്റിൻ്റെ ബേസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ മാനേജർ ഹാസ് കൺസ്ട്രക്റ്റഡ് ദ ഫോളോയിങ് പേ ഓഫ് ടേബിൾ ഓർ മാട്രിക്സ് എ കണ്ടീഷണൽ പ്രോഫിറ്റ് ടേബിൾ. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റ് XYZ അതിൻ്റെ 3 ഔട്ട്കംസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഔട്ട്കം, വേഴ്സ്റ്റ് ഔട്ട്കം, മോസ്റ്റ് ലൈക്ലി, ബെസ്റ്റ്. 3 ടൈപ്പിലുള്ള ഔട്ട്കംസ് തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് വിച്ച് പ്രൊജക്റ്റ് ഷുഡ് ബി അണ്ടർടേക്കൺ യൂസിങ് എക്സ്പെക്റ്റഡ് വാല്യൂ ക്രൈറ്റീരിയൻ. സോ എക്സ്പെക്റ്റഡ് വാല്യൂ ക്രൈറ്റീരിയൻ യൂസ് ചെയ്തിട്ട് ഏത് പ്രൊജക്റ്റാണ് എടുക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പേ ഓഫ് ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന ഔട്ട്കം ഇൻറ്റു എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി. അങ്ങനെയാണ് നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ 3 കേസസ് തന്നിട്ടുണ്ട്. വേഴ്സ്റ്റും, മോസ്റ്റ് ലൈക്ലി, അതുപോലെ ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ഓരോന്നിനും എന്ത് ചെയ്യും? യൂസ് ചെയ്തിട്ട് അതിൻ്റെ പ്രോബബിലിറ്റി യൂസ് ചെയ്തിട്ട് അത് ഇൻറ്റു ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്റ്റഡ് വാല്യൂ കിട്ടും. അപ്പോൾ ഫസ്റ്റ് പ്രൊജക്റ്റിൻ്റെ വേഴ്സ്റ്റ് ഔട്ട്കം എന്ന് പറയുന്നത് എത്രയാണ്? 5 lakh ആണ്. സോ 5 lakh ഇൻറ്റു 0.2 എത്ര കിട്ടും? 1 lakh കിട്ടും. അങ്ങനെ നമ്മൾ ഓരോ കേസിലെയും നമ്മൾ എന്ത് ചെയ്യും? പേ ഓഫ് ടേബിൾ യൂസ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് കേസിൽ 1 lakh, സെക്കൻഡ് കേസിൽ മോസ്റ്റ് ലൈക്ലിയിട്ട് 8,50,000 ഇൻറ്റു ഇതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? 0.5. അപ്പോൾ 4,25,000 വരും. അടുത്ത കേസ് 0.3, ദെൻ 30 lakh ആണ് അവിടുത്തെ ബെസ്റ്റ് പോസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 13 lakhൻ്റെ എത്രയാണ്? 0.3 വരുമ്പോൾ 3,90,000. അടുത്ത വൈ പ്രൊജക്റ്റിൻ്റെ അതുപോലെ വേഴ്സ്റ്റ് വരുന്നത് 7 lakh. 7 lakhൻ്റെ 0.2 എത്ര വരും? 1,40,000. ദെൻ 7,50,000ൻ്റെ 0.5 3,75,000. ഇനി 14 lakhൻ്റെ 0.3 4,20,000. ഇനി അടുത്തത് 9 lakhൻ്റെ 0.2 1,80,000. 10 lakh 0.5 5 lakh. ഇനി ഇതിൻ്റെ ടോട്ടൽ എടുക്കാം. ടോട്ടൽ എടുക്കുന്ന സമയത്ത് എക്സ്പെക്റ്റഡ് വാല്യൂ കിട്ടുന്നത് 10,10,000. നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഏതിനാണോ കിട്ടുന്നത് നമ്മൾ ആ വാല്യൂ ആ പ്രൊജക്റ്റ് ചൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഏത് പ്രൊജക്റ്റ് ചൂസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ബൈ യൂസിങ് എന്താണ്? എക്സ്പെക്റ്റഡ് വാല്യൂ ക്രൈറ്റീരിയൻ. അപ്പോൾ ഇവിടെ ഏത് ചൂസ് ചെയ്യും? പ്രൊജക്റ്റ് ഇസഡ് ചൂസ് ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, വിച്ച് പ്രൊജക്റ്റ് ഷുഡ് ബി ചൂസൺ ഇഫ് മിനിമാക്സ് റെഗുലേറ്റർ റൂൾ ഈസ് ആപ്ലിക്കബിൾ. മിനിമാക്സ് റെഗുലേറ്റർ റൂൾ ഏതാണ്? സേവേജ് മെത്തേഡാണ്. സേവേജ് മെത്തേഡിനാണ് മിനിമാക്സ് റെഗുലേറ്റർ റൂൾ എന്ന് പറയുന്നത്. സോ ആ മെത്തേഡ് ആപ്ലിക്കബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് പ്രൊജക്റ്റ് ആയിരിക്കും ചൂസ് ചെയ്യപ്പെടുന്നത്? അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് സേവേജ് മെറ്റീരിയൽ എന്തായിരുന്നു? ഏത് മെത്തേഡായിരുന്നു? റിലേറ്റീവ് ലോസ് മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇത് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ നിന്നല്ല നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന മെത്തേഡിൽ നിന്നാണ് ചൂസ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്നതിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ മാക്സിമം പ്രോഫിറ്റ് ചൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യാം. മൈനസ് ചെയ്ത സമയത്ത് നമുക്ക് റിലേറ്റീവ് ലോസ് മെട്രിക്സ് കിട്ടും. റിലേറ്റീവ് ലോസ് മെട്രിക്സിൽ നിന്ന് നമ്മൾ എന്ത് ചൂസ് ചെയ്യണം? മിനിമാക്സ് റെഗുലേറ്റർ റൂൾ അല്ലേ? മാക്സിമം ചൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് മിനിമം എടുക്കണം. ഇതാണ് പ്രൊജക്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനാദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? റിലേറ്റീവ് ലോസ് മെട്രിക്സ് സേവേജ് മെത്തേഡ് കൺവേർട്ട് ചെയ്യാം. എന്താ? റിലേറ്റീവ് ലോസ് മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ 3 പ്രൊജക്റ്റ് X, Y, Z. ഓക്കെ, ഇതിൽ ഫസ്റ്റ് തന്നെ 5 lakh 7 lakh 9 lakh.
സോ എന്ത് ചെയ്യണ്ടേ, മാക്സിമം എടുക്കണ്ടേ. മാക്സിമം നമ്പർ ഏതാ, 9 lakh. 9 lakhിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 lakh. 2 lakh, then 0. ഇനി അടുത്തത് 10 lakh ആണ് ഹയസ്റ്റ് വൺ. അപ്പോൾ 10 lakh മൈനസ് 8 lakh 50,000 എത്ര വരും, 1 lakh 50,000. ദെൻ 2 lakh 50,000. അടുത്തത് 0. ഇനി അടുത്തത് 14 lakh ആണ് ഹയസ്റ്റ് വൺ. അപ്പോൾ ഇവിടെ എന്ത് വരും, 14 lakh മൈനസ് 13 lakh 1 lakh. ഇവിടെ 0 വരും. ഇവിടെ എത്ര വരും, 2 lakh. അല്ല, 14 മൈനസ് 11 3 lakh. ഓക്കെ, നമ്മൾ റിലേറ്റീവ് ലോസ് മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഇതിന് എന്താ ചെയ്യേണ്ടത്, നമ്മൾ മിനി മാക്സ് ചൂസ് ചെയ്യണം. അതിൽ മിനി മാക്സ് മാക്സിമം നമ്പർ ചൂസ് ചെയ്യാതെ തന്നെ ഇതിൽ മാക്സിമം ഏതാണ്, 4 lakh. ഇതിൽ 2 lakh 50,000. ഇതിൽ 3 lakh. മാക്സിമത്തിൽ മിനിമം ചൂസ് ചെയ്യുക. മിനിമം എന്ന് പറയുന്നത് 2 lakh 50,000. 2 lakh 50,000 ഏത് പ്രൊജക്റ്റാണ്, പ്രൊജക്റ്റ് വൈ. സോ സേവേജ് മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ചൂസ് ചെയ്യേണ്ട പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് വൈ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഓരോ മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്തിട്ട് മെത്തേഡ് തന്നിട്ട് അത് വെച്ചിട്ട് നമ്മളോട് പ്രൊജക്റ്റ് കണ്ടുപിടിക്കാൻ പറയും. ഏത് പ്രൊജക്റ്റാണ് എടുക്കേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ പറയും. അപ്പം നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്യുക, എന്നിട്ട് നമ്മളിതുപോലെ പ്രൊജക്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്തായാലും പേ ഓഫ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. പേ ഓഫ് ടേബിൾ ചിലത് ഇതിലിപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പേ ഓഫ് ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. ചില കേസിൽ നമുക്ക് പേ ഓഫ് ടേബിൾ തരത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ പേ ഓഫ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനാണ്. എ ഫേം ഹാസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ റിക്വയറിംഗ് ആൻ ഔട്ട്ലേ ഓഫ് 40,000. ദ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് 2 years എക്കണോമിക് ലൈഫ്. സോ അതിൻ്റെ ഒരു പ്രപ്പോസലിന് ക്യാഷ് ഔട്ട്ലേ വരുന്നത് 40,000 ആണ്. 2 years ഓഫ് ലൈഫാണ് അതിലുള്ളത്. ഫസ്റ്റ് ഇയറിൽ 0.4 പ്രോഫിറ്റബിലിറ്റി, ദാറ്റ് ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ടാക്സ് വിൽ ബി 25,000. സോ 1 ഇയറിൽ 2 കേസസ് വരുന്നുണ്ട്. എത്ര, 0.25,000 വരുന്നുണ്ട്, 30,000 വരുന്നുണ്ട്. ദെൻ അതിൽ നിന്ന് ക്യാഷ് ഇൻഫ്ലോ, അതിൽ നിന്ന് വരുന്ന എന്താണ് സെക്കൻഡ് ഇയർ. അപ്പോൾ അതിൻ്റെ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്. ഇനി ദ ഫോം യൂസസ് 12% ഡിസ്കൗണ്ട് റേറ്റ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ ടാബ്ലേറ്റ് ദ NPVs ഫോർ ഈച്ച് പാത്ത് ഓഫ് ദ ഡിസിഷൻ ട്രീ. ഡയഗ്രാം നോട്ട് എസെൻഷ്യൽ. വാട്ട് നെറ്റ് പ്രസൻറ്റ് വാല്യൂ വിൽ ദ പ്രൊജക്റ്റ് yield if the worst outcome is realized? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് occurrence ഓഫ് ദിസ് NPV? ഇനി നമ്മളോട് എന്താണ് ഡയഗ്രാം വരയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഡിസിഷൻ ട്രീ എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. അതിൽ നിന്ന് വേസ്റ്റ് ഔട്ട്കം ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. NPV ടാബ്ലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യണം, വേസ്റ്റ് ഔട്ട്കം വരുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കാം. അതായത് ഏറ്റവും ലോവസ്റ്റ് NPV വരുന്നത് അതായിരിക്കും നമ്മുടെ വേസ്റ്റ് ഔട്ട്കം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് occurrence ഓഫ് ദിസ് NPV? ആ NPV വരാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? ദെൻ വാട്ട് വിൽ ബി ദ ബെസ്റ്റ് ഔട്ട്കം ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് occurrence? അതുപോലെ തന്നെ ബെസ്റ്റ് ഔട്ട്കം ഏതാണെന്ന് ചൂസ് ചെയ്യുക, അതിൻ്റെ പ്രോബബിലിറ്റി വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡിസിഷൻ ട്രീ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ ഡിസിഷൻ ട്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാഷ് ഔട്ട്ലേ എത്രയായിരുന്നു വന്നത്, ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ആണുള്ളൂ. 2 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റൊക്കെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് അങ്ങനെ. അപ്പോൾ ഇവിടെ ക്യാഷ് ഔട്ട്ലേ എത്രയാണ് വന്നത്, ക്യാഷ് ഔട്ട്ലേ 40,000 ക്യാഷ് ഔട്ട്ഫ്ലേ വന്നു. 40,000 ക്യാഷ് ഔട്ട്ഫ്ലേ എത്രയാണ്, 2 years വരുന്നുണ്ട്. 2 yearsൽ ഫസ്റ്റ് ഇയറിൽ ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്, 25,000. അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.6 ആണ്. സെക്കൻഡ് ഇയറിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ക്യാഷ് ഇൻഫ്ലോ ആണ്. ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 30,000 ആണ്. അതിൻ്റെ പ്രോബബിലിറ്റി 0.4. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് സെക്കൻഡ് ഇയറിൻ്റെ ക്യാഷ് ഇൻഫ്ലോ തന്നേക്കാണ്. അപ്പോൾ 25,000 വരുന്ന സമയത്ത് 3 ക്യാഷ് ഇൻഫ്ലോ വരുന്നുണ്ട്. 30,000-നും 3 ക്യാഷ് ഇൻഫ്ലോ വരുന്നുണ്ട്. ഫസ്റ്റ് ക്യാഷ് ഇൻഫ്ലോ 12,000, ദെൻ 16,000, ദെൻ 25,000. അടുത്തത് 20,000, 25,000,
30,000. ഇതാണ് ക്യാഷ് ഇൻഫ്ലോ. ഇതിന് ഓരോ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. ഇത് പി. ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.2, 0.3, 0.5, 0.4, 0.5, 0.1. ഇവിടെ നോക്കാം, നമ്മുടെ ഈ പ്രോബബിലിറ്റി വരണമെങ്കിൽ, അതായത് ഈ 25,000 ക്യാഷ് ഔട്ട് ഫ്ലോ എത്രയാണ്? 40,000 ആയിരുന്നു. നമ്മളിത് എന്താണ് ഡിസിഷൻ ട്രീ ആയിട്ട് നമ്മളത് കൺസ്ട്രക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് NPV ഒക്കെ കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഈ ക്യാഷ് ഔട്ട് ഫ്ലോയിൽ 25,000 വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 0.6 ആണ്. 25,000 വന്നു കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് 3 ഇയേഴ്സ് നെക്സ്റ്റ് ഇയറിൽ വരുന്ന 3 ക്യാഷ് ഫ്ലോയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് വന്നെങ്കിലാണ് ഇത് വരത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.6 × 25,000 + 12,000 × 0.2 അങ്ങനെ വരും. അപ്പോൾ 2 പ്രോബബിലിറ്റിയും കൂടെ കൂടിയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ക്യാഷ് ഇൻഫ്ലോ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജോയിൻറ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 0.6 × 0.2 അതാണ് ഇതിൻ്റെ വരുന്ന ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സ്പെക്റ്റഡ് ഡിമാൻഡ്, നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ വന്നിരിക്കുന്നത്? ക്യാഷ് ഇൻഫ്ലോ. നമുക്ക് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ എമൗണ്ട് വെച്ചിട്ട് ഇൻഡ്യൂ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താ, ഇവിടെ ഓൾറെഡി 0.6 വരുന്നുണ്ട്. ആ ഇത് നടന്നെങ്കിലാണ് ഇവിടുത്തെ ആ ഒരു പ്രോബബിലിറ്റിയും കൂടെ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 0.6 × 0.82 അങ്ങനെ ഓരോ ജോയിൻറ്റ് പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എത്ര വരും? 0.6 × 0.2, 0.08, 0.12, 0.2, then 0.4 × 0.4, 0.24. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു 0.4, ഇവിടെ 0.6 ആയിരുന്നു വന്നത്. പക്ഷേ സോറി, ഞാൻ എഴുതിയത് 0.4 ആണ് ഇവിടെ വരുന്നത്. ഇവിടെ 0.6. ഓക്കെ, 0.6 × 0.5, 0.3, 0.6 × 0.1, 0.06. സോ ടോട്ടൽ നമുക്ക് പ്രോബബിലിറ്റി എത്ര കിട്ടി? 1 കിട്ടി. ടോട്ടൽ പ്രോബബിലിറ്റി ചെയ്യുമ്പോൾ 1 തന്നെ നമുക്ക് കിട്ടണം. ഇനി അടുത്തത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് NPV കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മളത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിച്ചതാണ്. NPV ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് ക്യാഷ് ഫ്ലോ ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുന്ന നമുക്ക് സമയത്ത് എന്ത് കിട്ടും? ക്യാഷ് ഫ്ലോ കിട്ടും. പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ എങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? സാധാരണ മറ്റേ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്ത സമയത്ത് 5 ഇയേഴ്സ് 6 ഇയേഴ്സ് അങ്ങനെയൊക്കെ തരുമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് എന്തേ ഉള്ളൂ? 2 ഇയേഴ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ ഇയറിലും, പക്ഷേ ഇവിടെ നമുക്ക് 6 പാത്ത് വന്നിട്ടുണ്ട് അല്ലേ? 6 പാത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നെറ്റ് പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കണം. സോ 6 പാത്ത് വന്നു. ഈ 6 പാത്തിൽ നമ്മുടെ ഡിസ്കൗണ്ട് ഫാക്ടർ 12% ആണ്. പ്രസൻറ്റ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1 ഡിവൈഡഡ് ബൈ 1.12, 0.892 ഫസ്റ്റ് ഇയറിലാണ്. സോ ഫസ്റ്റ് ഇയറിലെ പ്രസൻറ്റ് വാല്യൂ 0.892, സെക്കൻഡ് ഇയറിലെ 0.797. ഇനി ഫസ്റ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോ ഏതാണ്? ഫസ്റ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോ 25,000 30,000 മാത്രമേ ഉള്ളൂ. 25,000 3 പാർട്സിൽ വരുന്നുണ്ട്, 30,000 അടുത്ത 3 പാർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ 25,000 ഇൻറ്റു നമ്മുടെ 0.892 അതാണ് പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ ഓഫ് ഫസ്റ്റ് 3 പാർട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 25,000 ഇൻറ്റു 0.892 22,300. ഇനി അടുത്തത് 25,000 സെയിം തന്നെ വരും, കാരണം 3 പാർട്ടിലും തന്നെയാണ്, സെയിം തന്നെയാണ്. 22,300, 22,300. ഇനി അടുത്തതിൽ അടുത്ത 3 പാർട്ടിൽ എത്രയാണ്? 30,000 ഇൻറ്റു 0.892 26,760. ഓക്കെ, ഇനി പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ ഓഫ് ഇയർ 2. ഇയർ 2 വരുന്ന സമയത്ത് ക്യാഷ് ഇൻഫ്ലോ ഓഫ് എത്രയാണ്? ഓരോ പാർട്ടിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ 12,000 ഇൻറ്റു ഫസ്റ്റ് 12,000 ഇൻറ്റു 0.797 9564, 60,000 ഇൻറ്റു 0.797 12752, 25,000 ഇൻറ്റു 0.797 90925. അടുത്തത് 20,000 into 0.97 5940, 25,000 into 0.797 9925,
30,000 into 0.797, 23,910. ഓക്കെ, ഇതാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് ഇയർ 1ഉം ഇയർ 2ഉം. നമുക്കിനി ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ, നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോ എത്ര തന്നെയാണ്? ആകെ ക്യാഷ് ഔട്ട്ലേ വന്നിരിക്കുന്ന 40,000 ആണ്. സോ എല്ലായിടത്തും 40,000 തന്നെയായിരിക്കും. ഇനി അതിൽ നിന്ന് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ചെയ്യാം. സോ ക്യാഷ് ഇൻഫ്ലോ എത്ര കിട്ടി? ഇങ്ങനെ കിട്ടി. അതിൻ്റെ ക്യാഷ് ഔട്ട്ഫ്ലോ എല്ലായിടത്തും 40,000 ആണ്. സോ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? നെറ്റ് പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും 40,000 തന്നെ. 31,864, 8136 നെഗറ്റീവ് വന്നു. ഓക്കെ, അടുത്തതിൽ 4,948 നെഗറ്റീവ് വന്നു. ഇവിടെ എന്ത് വന്നു? പോസിറ്റീവ് വന്നു. 2,225, ദെൻ 2,700, 6,685, 10,670. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? എക്സ്പെക്റ്റഡ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. നമുക്ക് വേസ്റ്റ് ഔട്ട്കമ്മൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെക്റ്റഡ് പ്രോബബിലിറ്റീൻ്റെ കൂടെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഇൻഡ്യൂസ് ചെയ്തിട്ട് കിട്ടുന്ന എക്സ്പെക്റ്റഡ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ ജോയിൻറ്റ് പ്രോബബിലിറ്റി 0.08, 0.12, 0.2, 0.24, 3, 0.06. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ 8136 ഇൻറ്റു 0.08. ഇതും നെഗറ്റീവ് ആയിരുന്നില്ലേ? $640. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. നമുക്ക് എക്സ്പെക്റ്റഡ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് നെറ്റ് പ്രസൻറ്റ് വാല്യൂ വിൽ പ്രൊജക്റ്റ് ഈൽഡ് ദ വേസ്റ്റ് ഔട്ട്കം. അതായത് ഏറ്റവും നെറ്റ് പ്രസൻറ്റ് വാല്യൂ കുറവ് കിട്ടുന്ന ഏതിലാണ്? 651ലാണ്. ബാക്കിയത്തെ എല്ലാം ഇവിടെ എല്ലാം പോസിറ്റീവാണ്. പിന്നെ ഇവിടെ 594 വരുന്നുള്ളൂ നെഗറ്റീവ്. ഇവിടെ എത്ര വരുന്നുണ്ട്? 651 വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും വേസ്റ്റ് ഔട്ട്കം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? വേസ്റ്റ് ഔട്ട്കം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി വരുന്നത് 8%. 0.08 × 100 അതായത് 8%. ഇനി അടുത്തത് ബെസ്റ്റ് ഔട്ട്കം ഏതാണ്? അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ഔട്ട്കം വരുന്നത് ഏതിലായിരിക്കും? ഏറ്റവും കൂടുതൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഇതിനാണ് കിട്ടുന്നത്. അതാണ് ഏത്? ബെസ്റ്റ് ഔട്ട്കം എന്ന് പറയുന്നത്. ഇനി ബെസ്റ്റ് ഏതാണ്? 2005. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ, വാട്ട് നെറ്റ് പ്രസൻറ്റ് വാല്യൂ വിൽ ദ പ്രൊജക്റ്റ് ഈൽഡ് ദ വേസ്റ്റ് ഔട്ട്കം ഈസ് റിയലൈസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ യൂസ് ചെയ്തിട്ടല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൻ്റെ ബേസിൽ കണ്ടുപിടിക്കുമ്പോൾ ഇതിൽ ഏറ്റവും ഇത് വേസ്റ്റ് ഔട്ട്കം വരുന്ന ഇതിനാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഏറ്റവും കുറവ് വരുന്നത് 8136. അതായത് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.08 തന്നെയാണ്. ഇനി അടുത്തത് ഇത് നമ്മളോട് ചോദിച്ചത് ബെസ്റ്റ് ഔട്ട്കം ഏതാണ്? ബെസ്റ്റ് ഔട്ട്കം ഏറ്റവും കൂടുതൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടുന്നതായിരിക്കും. അത് ഇവിടെയാണ്. എക്സ്പെക്റ്റഡ് കേസിൽ നമ്മൾ എടുത്ത സമയത്ത് നമുക്ക് എവിടെ കിട്ടിയത്? ഇവിടെയാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ആയിരിക്കും അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6% ആണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വിൽ ദ ബെസ്റ്റ് ഔട്ട്കം ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ദി ഒക്കറൻസ്. ഇനി അതിൻ്റെ കൂടെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് ഇതിൽ തന്നിട്ടില്ല എന്നാണ്. ദ പ്രൊജക്റ്റ് വിൽ ബി അക്സെപ്റ്റഡ്. വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വിൽ ദ പ്രൊജക്റ്റ് ബി അക്സെപ്റ്റഡ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, പക്ഷേ അതിലൂടെ തന്നിട്ടില്ല. അതിൻ്റെ ആൻസർ മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിൽ ദ പ്രൊജക്റ്റ് ബി അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂയിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇത് വരുന്ന സമയത്ത് നമ്മൾ ആ പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നെറ്റ് പ്രസൻറ്റ് വാല്യൂ പോസിറ്റീവ് ആണോ നോക്കുമായിരുന്നു. സോ നെറ്റ് പ്രസൻറ്റ് വാല്യൂ
സീറോ ആണോ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. നെറ്റ് പ്രസൻറ്റ് വാല്യൂ ലെസ് ദാൻ 0 വരുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റിജക്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ നമുക്ക് ടോട്ടൽ എക്സ്പെക്റ്റഡ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടിയത് എന്താണ്, പോസിറ്റീവാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Sidsori Limited, a food products company, is contemplating the introduction of a revolutionary new product with new packaging to replace the existing product at a much higher price, or a moderate change in the composition of the existing product with a new packaging as a small increase in price, or a small change in the price. Higher price വരുന്നതാണ് S1. S2 വരുന്നത് സ്മോൾ ഇൻക്രീസ് ഇൻ പ്രൈസ്. അതുപോലെ തന്നെ S3 വരുന്നത് സ്മോൾ ചേഞ്ച് ഇൻ ദ പ്രൈസ്. ഇനി ദ പോസിബിൾ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ഓർ ഇവൻറ്റ്സ്. ഹൈ ഇൻക്രീസ് ഇൻ ദ സെയിൽസ് നേച്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. സെയിൽസ് നേച്ചർ N1 എന്താണ്, ഹൈ സെയിൽസ്. N1 ഹൈ ഇൻക്രീസ് ഇൻ ദ സെയിൽസ്. അതുപോലെ N2 നോ ചേഞ്ച് ഇൻ ദ സെയിൽസ്, ഡിക്രീസ് ഇൻ ദ സെയിൽസ്. ഓക്കെ, അപ്പം പേ ഓഫ് ടേബിൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഡെവലപ്പ് എ കോഴ്സ് ഓഫ് ദ ആക്ഷൻ ഫോർ സിഡ്സോറി ലിമിറ്റഡ് ബേസ്ഡ് ഓൺ മാക്സിമിൻ ക്രൈറ്റീരിയൻ, മാക്സിമാക്സ് ക്രൈറ്റീരിയൻ, ലാപ്ലേസ്, ഹുർവിക്സ് ക്രൈറ്റീരിയൻ. ഇവിടെ ഏതായിരിക്കും തന്നിരിക്കുന്നത്, പ്രോഫിറ്റ് ആണോ കോസ്റ്റ് ആണോ നോക്കാം. ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ കമ്പനി വർക്ക്ഡ് ഔട്ട് ദ പേ ഓഫ് ടേബിൾ ഇൻ ടേംസ് ഓഫ് ഇയർലി നെറ്റ് പ്രോഫിറ്റ്സ് ഫോർ ഈച്ച് ഓഫ് ദി സ്ട്രാറ്റജീസ് ഫോർ ദിസ് ഇവൻറ്റ്സ്. സോ പ്രോഫിറ്റിൻ്റെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രോഫിറ്റിൻ്റെ കേസ് വരുന്ന സമയത്ത് ഇവിടെ മാക്സിമാക്സ് തരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. കോസ്റ്റ് ആയിരുന്നു തന്നിരിക്കുന്നതെങ്കിൽ മിനിമാക്സും വരുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇത്രയും മെത്തേഡിൽ ഏത് പ്രൊജക്റ്റാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഏത് സ്ട്രാറ്റജിയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാനത് എന്താണ് ഇൻ ലാക്സിൽ എഴുതി എമൗണ്ട്. ഇനി അടുത്തത് ഇത് നമുക്ക് ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്, മാക്സിമിൻ ക്രൈറ്റീരിയൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. മാക്സിമം ക്രൈറ്റീരിയൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, മിനിമം നമ്പർ ആദ്യം ചൂസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മാക്സിമം ചൂസ് ചെയ്യുക. മിനിമം നമ്പർ ഏത്, ആദ്യത്തേതിൽ 3, then 0, then 2. ഇതിൽ മാക്സിമം ഏതാണ്, 3. ഓക്കെ, 3 വരുന്നത് ഏതാ, ഓക്കെ, അപ്പോൾ ഏതാ സെലക്ട് ചെയ്യേണ്ടത്, 3 വന്നിരിക്കുന്നത് സ്ട്രാറ്റജി S1 ആണ്. അപ്പോൾ S1 സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് മാക്സിമാക്സ് ക്രൈറ്റീരിയൻ വരുന്ന സമയത്ത് മാക്സിമത്തിൽ മാക്സിമം ചൂസ് ചെയ്യാം. സോ ഇതിൽ മാക്സിമം ഏതാണ്, 7, then 5, 3. മാക്സിമം ഏതാണ്, 7 വരുമ്പോൾ ഏത് സ്ട്രാറ്റജി, S1 സ്ട്രാറ്റജി തന്നെ ചൂസ് ചെയ്യാം. ഇനി അടുത്തതാണ് ലാപ്ലേസ് ക്രൈറ്റീരിയൻ യൂസ് ചെയ്തിട്ട്. ലാപ്ലേസ് ക്രൈറ്റീരിയൻ എങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്, സേവേജ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് ലോസ് മെട്രിക്സ് പ്രിപ്പയർ ചെയ്യും. ലാപ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ആവറേജ് എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് എടുക്കും. ഓക്കെ, ആവറേജ് എങ്ങനെ ചൂസ് ചെയ്യുന്നത്, ഫസ്റ്റിൽ 7 + 3 + 1.5 ഡിവൈഡഡ് ബൈ 3. 7 + 3 + 1.5 ഡിവൈഡഡ് ബൈ 3, 3.83. അടുത്തതിൽ 5 + 4.5 ഡിവൈഡഡ് ബൈ 3, 3.16, then 8 divided by 3, 2.6. ഓക്കെ, അപ്പോൾ നമ്മൾ ആവറേജ് കണ്ടുപിടിച്ചു. ആവറേജിൽ നിന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത്, ലാപ്ലേസ് ക്രൈറ്റീരിയൻ നമ്മൾ ഇത് പ്രോഫിറ്റാണ്, അപ്പോൾ മാക്സിമം ചൂസ് ചെയ്യാം. മാക്സിമം ചെയ്താൽ 3.83, അത് S1 സ്ട്രാറ്റജി തന്നെ. അടുത്താണ് ഹുർവിക്സ് ക്രൈറ്റീരിയന് അതിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ആൽഫ 0.4. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ പ്രോഫിറ്റ് ആയതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, മാക്സിമം പ്രോഫിറ്റ് ഇൻറ്റു ആൽഫ പ്ലസ് മിനിമം പ്രോഫിറ്റ് ഇൻറ്റു 1 - ആൽഫ. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ടേബിളിലെയും കണ്ടുപിടിക്കണം. സോ ആദ്യത്തെ ടേബിൾ ആദ്യത്തെ റോയിൽ മാക്സിമം പ്രോഫിറ്റ് ചെയ്താൽ വരുന്നത് 7. സോ 7 × 0.4 ഫസ്റ്റ് റോയിൽ 7 × 0.4 + 1.5 × 1 - ആൽഫ 0.6. സെക്കൻഡിൽ മാക്സിമം പ്രോഫിറ്റ് വരുന്നത് 5 × 0.4 പ്ലസ് മിനിമം വരുന്നത് 0 × 0.6. അടുത്തത് മാക്സിമം ഏതാണ് 3,
0.4 പ്ലസ് മിനിമം വരുന്നത് 2 × 0.6. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൽ ഏതാ ചൂസ് ചെയ്യേണ്ടത്? മാക്സിമം. സോ ഇതിൽ ഹയസ്റ്റ് വൺ ഏതാണ്? 3.7. അതും എന്ത് തന്നെയാണ്? S1 സ്ട്രാറ്റജി. സോ എല്ലാ എന്ത് തന്നെയാണ് പറയുന്നത്? S1 സ്ട്രാറ്റജി ചൂസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. സോ എക്സാമിന് എഴുതുന്ന സമയത്ത് നമ്മളിത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അപ്പോൾ ലാസ്റ്റ് എന്താണ്, എല്ലാ മെത്തേഡും യൂസ് ചെയ്യുമ്പോഴും എന്ത് തന്നെയാണ് പറയുന്നത്? S1 ക്രൈറ്റീരിയ തന്നെയാണ്, S1 സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ S1 സ്ട്രാറ്റജി ചൂസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. ഇനി ഇത്രയാണ് ഡിസിഷൻ തിയറി ഉള്ളൂ. ഓക്കെ. അതോടുകൂടി നമ്മുടെ എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ എല്ലാ മൊഡ്യൂൾസും കംപ്ലീറ്റ് ആയി. ഓക്കെ.